കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ രണ്ടുടുപ്പുകളോ ചെരിപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നതുവരെ അവനോട് കൂടെ താമസിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് തിരുസഭയിൽ വിശുദ്ധ ബർന്നബാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആദിമസഭയിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം എല്ലാവരിലും എത്തിക്കുവാനായി അക്ഷീണം പരിശ്രമിച്ച ഒരു വിശുദ്ധനാണ്. ഈശോയുടെ ആ ഒരു സുവിശേഷം തൻ്റെ ജീവിത നിയമമായി ഏറ്റെടുത്തുകൊണ്ട് അത്രമാത്രം തീക്ഷ്ണതയോടെ ക്രിസ്തുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ പോലും തയ്യാറായ ആദിമസഭയിലെ വിശുദ്ധൻ ബർന്നബാസ് അപ്പസ്തോലൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ തീക്ഷ്ണത, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പറ്റിയുള്ള തീക്ഷ്ണത, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നത് ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്നുള്ള കാര്യമാണ് തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുക. ഈ ഒരു വിശുദ്ധൻ്റെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം വലിയ ദൗത്യം നൽകി തൻ്റെ ശിഷ്യന്മാരെ ഈശോ അയക്കുകയാണ്. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് പിതാവായ ദൈവത്തിൽ നിന്ന് കേട്ട ഓരോ കാര്യങ്ങളും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അതിനുശേഷം ഒരു വലിയ അധികാരം നൽകി അവരെ പറഞ്ഞയക്കുകയാണ്. ഈ ഒരു സുവിശേഷം എല്ലായിടത്തും എത്തുവാനും അതുപോലെ തന്നെ എല്ലാവിധ അധികാരങ്ങളോടുകൂടെയാണ് നിങ്ങൾ പോവുക എന്നുള്ളത്. അതുകൊണ്ട് അവിടെ പറയുന്നുണ്ട്, രോഗികളെ സുഖപ്പെടുത്തുക, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക. ഇതൊക്കെ ഒരു വലിയ അധികാരത്തിൻ്റെ ഒരു വലിയ ഫലമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ അധികാരം തിരിച്ചറിയണമെന്നുള്ള കാര്യം കൃത്യമായിട്ടും വചനത്തിൽ പഠിപ്പിക്കുക. അപ്പോൾ എവിടെ ചെന്നാലും അവൻ ആദ്യം ആശംസിക്കേണ്ടത് സമാധാനമാണ്. അതായത് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ആരൊക്കെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണോ അവരൊക്കെ സമാധാനം സ്ഥാപിക്കുന്നവരാകണമെന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ സമാധാനം സ്ഥാപിക്കുന്നവരാണോ എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടി വരും. യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാർ സമാധാനം സ്ഥാപിക്കാൻ എവിടെ ചെല്ലുന്നിടത്തെല്ലാം സമാധാനം സ്ഥാപിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകുന്നതിൽ നമ്മൾ മുൻപോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇംഗ്ലീഷിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. ഇത് പറയുന്നത് ഇപ്രകാരമാണ്: സം പീപ്പിൾ കോസ് ഹാപ്പിനെസ് wherever they go. Some people cause happiness whenever they go. വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളൂ. പക്ഷെ അതിലൂടെ പറയുന്നത് ചില ആളുകൾ എവിടെ ചെന്നാലും സന്തോഷം വിതയ്ക്കുന്നവരായിട്ട് മാറും. ചില ആളുകൾ എവിടെ ചെന്നാലും അവരുടെ ഒരു പുതിയ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ പോലും അവർ ചെല്ലുന്നിടത്തെല്ലാം ആ ഒരു വലിയ സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതങ്ങളും കൂടുതൽ സന്തോഷകരമാക്കാനായിട്ടൊക്കെ പരിശ്രമിക്കും. അതേസമയത്ത് ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലർ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് പോയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് സമാധാനം തിരിച്ച് കിട്ടുക. അങ്ങനത്തെ ആളുകളുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ക്രിസ്തുവിൻ്റെ സന്തോഷവും സമാധാനവും വിതയ്ക്കുന്നവരാകണം എന്നുള്ള കാര്യം ഈശോ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. പല രീതിയിൽ ഉള്ള ടെമ്പറമെൻ്റ് ഉള്ള ആളുകളാണ് ഒരുമിച്ച് താമസിക്കുക.
മക്കൾ ഒരേ രീതിയിലായിരിക്കത്തില്ല. അതുപോലെ തന്നെ മാതാപിതാക്കൾ, അപ്പനും അമ്മയും ഒക്കെ വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളുള്ളവരാണ്. അവിടെയൊക്കെ ഒരുമിച്ച് ഒരേ മനസ്സോടെ ക്രിസ്തുവിൻ്റെ അതേ മനോഭാവത്തോടെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം രൂപീകരിക്കാൻ സാധിക്കും. സമാധാനമുള്ള കുടുംബം സ്വർഗതുല്യമാണ്. അപ്പോൾ ആ ഒരു വലിയ ദൗത്യമാണ് വചനം നമ്മളെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ കുർബാനയിൽ ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ വിശുദ്ധ ബർണ്ണബാസിൻ്റെ മാധ്യസ്ഥം തേടി അതേ തീക്ഷ്ണത നമ്മൾ സംശീകരിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമുക്കും ചെയ്യാൻ പറ്റുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതങ്ങളിലും നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ, നമ്മളായിരിക്കുന്ന മേഖലകളിലെല്ലാം ക്രിസ്തുവിൻ്റെ സന്തോഷവും സമാധാനവും കൊടുക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. വചനത്തിൽ നമ്മൾ കാണുക, നമ്മൾ ചുമ്മാ പോയി അങ്ങ് പ്രസംഗിച്ചോ അല്ലെങ്കിൽ അധികാരത്തോടെ നിന്നെ പറഞ്ഞു വിട്ടേക്കെന്ന് പറയരുത്. നമ്മുടെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്ന സാധ്യതകൾ എന്താണ് എന്ന് കൃത്യമായിട്ടും ഈശോ പഠിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം ഈശോയുടെ ഗിരിപ്രഭാഷണത്തിൽ പ്രധാനമായിട്ടും കാണുന്നത് നമുക്ക് എന്തായി തീരാൻ പറ്റും, നമുക്ക് എങ്ങനെയായി തീരാൻ പറ്റും, നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ സങ്കല്പം എന്താണ് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മുടെ മുമ്പിൽ ദൈവം ഒത്തിരി സാധ്യതകൾ വെച്ച് തരികയാണ്. എന്തിനാ? ലോകത്തിൻ്റെ പ്രകാശമാകാൻ വേണ്ടി നമ്മളെ വിളിക്കപ്പെടുന്നുണ്ട്. ഭൂമിയുടെ ഉപ്പാകാനായിട്ട് നമ്മളെല്ലാം വിളിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ മുമ്പിൽ ദൈവം എടുത്തു വെക്കുന്നത് വലിയ സാധ്യതകളാണ്. നമുക്ക് എന്തായി തീരാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറയുന്ന ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ വരുമ്പോൾ അത് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്നാണ് പറയുന്നത്. അങ്ങനെ അത്രമാത്രം സാധ്യതകൾ. നമ്മളും മറ്റൊരു ക്രിസ്തുവായി മാറുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഉദ്ധിതനായ ക്രിസ്തുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ഈശോ പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. കുറ്റം പറയാനും പരാതി പറയാനും അല്ലെങ്കിൽ പരിഭവം പറയാനും ഒക്കെ ഒത്തിരിയേറെ കാരണങ്ങളുണ്ടെങ്കിലും ക്രിസ്തു പറയുന്നത് നിങ്ങൾക്ക് സമാധാനം. അപ്രകാരം ഒരു അസ്വസ്ഥതകളുടെ നടുവിലും സമാധാനം സ്ഥാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ ധന്യമാകും. ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒത്തിരിയേറെ കലുഷിതമായ സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോഴും സമാധാനം സ്ഥാപിക്കുവാനും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഒക്കെ ഒരു സാഹചര്യം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും നമ്മുടെ ജോലി മേഖലകളിലും ഒക്കെ സ്ഥാപിക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.